വളരെ പെട്ടെന്ന് പോകേണ്ടത് ഷബീറിന്റെ അടുത്തേക്കാണ്. കാരണം എന്താ അറിയോ, രാജമിനിസ്റ്റർ വന്നു, കളക്ടർ വന്നു, ആദ്യം വരേണ്ട ഒരാളുണ്ട്. അതാരറിയോ, മുഖ്യ സംഘാടകൻ അതേ വേദിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഷബീറിനോട് ചോദിക്കാം, ഷബീർ എന്താണ് മിനിസ്റ്റർ പറയുന്നത്? കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? ജിൽസി സൈഫുദ്ദീൻ ഈ പറഞ്ഞതുപോലെ മുഖ്യ സംഘാടകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹം ഓരോ വേദിയിലും, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രധാന വേദിയിലാണ്, സൂര്യകാന്തിയിലാണ്. ഈ സൂര്യകാന്തിയിൽ അടക്കം ഇപ്പോൾ അതിരാവിലെ തന്നെ മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. ഇങ്ങനെ 24 വേദികളിലായാണ് ഇത്തവണ കലാമാമാങ്കം അരങ്ങേറുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ വേദികളും കൃത്യമായി സജ്ജമാണോ, അവിടേക്കുള്ള സംവിധാനങ്ങൾ സജ്ജമാണോ എന്നതടക്കം വിലയിരുത്തി അവസാനവട്ട വിലയിരുത്തൽ ആ നിലയ്ക്കാണ് മന്ത്രി വി ശിവൻകുട്ടി ഓടി നടക്കുന്നത്. ഇന്നത്തെ മാത്രം അല്ലെങ്കിൽ ഇന്നലത്തെ മാത്രം പ്രക്രിയയല്ല, ദിവസങ്ങളുടെ, ഒരുപക്ഷെ കഴിഞ്ഞ കലോത്സവം സമാപിച്ചതിന് ശേഷം, തൃശ്ശൂരാണ് കലോത്സവം എന്ന് തീരുമാനിച്ചതിന് ശേഷം ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കണം കലാമാമാങ്കത്തിനായി, കൗമാര കലാമാമാങ്കത്തിനായി എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ. ഇന്നിപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സൂര്യകാന്തി എന്ന് പറയുന്ന പ്രധാന വേദിയിലാണ് ഉദ്ഘാടന പരിപാടികൾ നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സുരേഷ് ഗോപി എം പി, മന്ത്രി കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എം പി അടക്കം മുഖ്യാതിഥിയായി പങ്കെടുക്കും. അപ്പോൾ നമുക്കിവിടെ അറിയാം, മനോഹരമായി തന്നെ സൂര്യകാന്തി എന്ന പേരാണ്. അപ്പോൾ സൂര്യകാന്തി എന്ന പൂവിനോട് നീതി പുലർത്തുന്ന നിലയ്ക്ക് മനോഹരമായി തന്നെയാണ് ഈ വേദി സജ്ജമാക്കിയിട്ടുള്ളത്. ആ നിലയ്ക്ക് അവസാനവട്ടം മന്ത്രി ഇവിടെ എത്തി ഓരോരുത്തരോടും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എല്ലാം കൃത്യമല്ലേ, സജ്ജമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള അധ്യാപകരടക്കമുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്, എല്ലാം സജ്ജമല്ലേ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ ഈ കലോത്സവ നഗരിയിൽ, ഈ പൂരനഗരിയിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ 10 മണിയോടുകൂടി ഔപചാരികമായ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ആ നിലയ്ക്ക് മന്ത്രി ഇപ്പോൾ ഇവിടെ ഉണ്ട്, നമ്മോടൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷ? എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോഴപ്പോഴും ഉണ്ടാവുന്നത് അതെല്ലാം ഒഴിവാക്കാൻ കഴിയും. ക്രൈസിസ് മാനേജ്മെന്റ് ടീമുണ്ട്, അതിന് പ്രത്യേക ടീമിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിലെ RDDമാർ, DOമാർ, DDമാർ, സൂപ്രണ്ടർമാർ, പിന്നെ അങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും വിവിധ ചുമതലകൾ എടുത്ത് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ രാവിലെ അവിടെ വന്നപ്പോൾ ഈ സ്റ്റേജിന്റെ ചുമതലയുള്ള കക്ഷി ഇവിടെ ഉണ്ട്. വെളുപ്പാങ്കലത്ത് 5 മണിക്ക് പോയിട്ട് തിരിച്ചു വന്നതാണ്. എല്ലാവരും വളരെ സജീവമായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായിരുന്ന അപ്പോൾ തന്നെ ഇടപെടാനുള്ള ക്രൈസിസ് മാനേജ്മെന്റ് ഉണ്ട്. നമ്മുടെ ഓഫീസുണ്ട്, ഞാൻ ഫുൾ ടൈം ഇവിടെ മുഴുവൻ സമയമുണ്ട്, മന്ത്രി രാജൻ മുഴുവൻ സമയമുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇടപെടും. മനുഷ്യ സാധ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നു. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് കൂട്ടായി ആലോചിച്ച് നിങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മിനിസ്റ്റർ ഈ പറഞ്ഞതുപോലെ മിനിസ്റ്ററാണ് ഒരു കാർന്നോരെ പോലെ, അല്ലെങ്കിൽ ഇതിന് മുൻനിര പോരാളിയായി ഈ കലോത്സവ നഗരിയെ സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പോൾ അവസാന വട്ടം എന്തെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായി, എല്ലാം സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് മിനിസ്റ്റർ. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? 10 മണിക്ക് ഉദ്ഘാടനം നടക്കുകയാണ്. എല്ലാം സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവസാനം ചെറിയ ചില്ലറ മിനുക്കുമണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വെന്യൂകൾ റെഡിയായി കഴിഞ്ഞു, ജഡ്ജസ് റെഡിയായി കഴിഞ്ഞു, മത്സരാർത്ഥികൾ റെഡിയായി കഴിഞ്ഞു, ഭക്ഷണപ്പുര റെഡിയായി കഴിഞ്ഞു, അക്കോമഡേറ്റ് സെന്റേഴ്സ് എല്ലാം വളരെ വളരെ ഭംഗിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 25 വേദികളും 19 കമ്മിറ്റികളും വളരെ സജീവമായി തന്നെ പ്രവർത്തനം നടത്തുകയാണ്. ഇന്നലത്തെ സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര തന്നെ ഒരു മിനി പൂരമായിരുന്നു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഭാവിയിൽ ഇത് ലോകത്ത് കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനങ്ങൾ നടക്കുന്നില്ല. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരോട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് അത്ഭുതമാണ്. ഈ 14,000 പേരും അവർക്ക് ഭക്ഷണവും താമസവും ഇതൊക്കെ എങ്ങനെ ഏർപ്പാട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ഇതെങ്ങനെ വലിയ സംഘർഷമൊന്നും ഇല്ലാതെ നടത്തി തീർക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു 957 മുതലുള്ള ഒരു എക്സ്പീരിയൻസ് പറയും. 957 200 പേര് വെച്ച് തുടങ്ങിയതാണ് ഈ മേളയെന്ന് പറഞ്ഞാൽ. ഇന്ന് 14,000 പേരും. ഇത് ഇന്നിപ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നതെന്ന് തൃശ്ശൂരത്തേക്കാണ്. അപ്പോൾ നമുക്ക് ചില നിയമനിർമ്മാണങ്ങൾ ഇതിൽ ആവശ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ പരാജയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു അസംതൃപ്തി ഉണ്ടായിരിക്കും. പരാജയപ്പെടുന്നവർ വിചാരിക്കും എനിക്കാണ് കിട്ടേണ്ടിയിരുന്നത്, എന്റെ മകൾക്കാണ് കിട്ടേണ്ടിയിരുന്നത്. അപ്പൊ ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മുൻപുകാലങ്ങളിൽ എല്ലാ കലോത്സവങ്ങൾക്കും പുറത്തൊരു പ്രകടനമുണ്ട്. റോഡിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതിപ്പം പൂർണ്ണമായി തന്നെ നിലവിൽ കലോത്സവത്തിനൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഇല്ല, കാര്യമായിട്ടില്ല, ഉണ്ടായിട്ടേ ഇല്ല. അതൊരു ഡിസിപ്ലിന്റെ പ്രശ്നമാണ്.
ഇവിടെ വന്ന് സമ്മർദ്ദം ചെറിയ സമ്മാനം വാങ്ങാൻ വേണ്ടിയല്ല വരുന്നത്. ജയിക്കുന്നവർക്കും തോക്കുന്നവർക്കും ഞാൻ എന്നെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള പരസ്പര ബഹുമാനവും, ജയിച്ചവനോട് അഭിവാദ്യവും തോറ്റവനോട് അഭിവാദ്യം പറയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. അല്ലാതെ എന്റെ കുട്ടി മാത്രമാണ് നന്നായി ഇത് അവതരിപ്പിച്ചെന്നുള്ള നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടി തന്നെ നമ്മൾ തീരുമാനിക്കും. ഒരു കാര്യം മിനിസ്റ്റർ, ഇപ്പം ഇത് സൂര്യകാന്തി പ്രധാന വേദി, 24 വേദികളും ഈ പൂക്കളുടെ പേരിട്ട് ആ നിലയ്ക്ക് മനോഹരമായി തന്നെ ഈ വേദികളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് അല്ലേ? അതെ, മനോഹരമായി തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ നദികളുടെ പേരായിരുന്നു, ഇവിടെ നിന്ന് പൂക്കളുടെ പേരാണ്. നമുക്ക് ഉള്ള എല്ലാ പൂക്കളുടെയും പേരിടാൻ വേണ്ടി പറ്റില്ലല്ലോ. ഉള്ള കിട്ടുന്ന കഴിയുന്ന ഇത് വേറൊന്നിനും വേണ്ടിയല്ല. ഒന്ന്, കുട്ടികൾക്ക് പരിസ്ഥിതിയോടുള്ള അടുപ്പം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ഉത്തരവാദിത്ത പിന്നെ കലോത്സവത്തിന്റെ ഒരു മുദ്രാവാക്യം പരിസ്ഥിതി സ്നേഹമാണ്. അപ്പൊ അത് ഈ കുട്ടികളിൽ വരുന്ന ഓരോ സ്റ്റേജിൽ ഞാൻ കളിക്കേണ്ട സ്റ്റേജ് ഏതാണ്, ഇന്ന സൂര്യകാന്തി സൂര്യകാന്തി, അങ്ങനെ തിരുവനന്തപുരത്താണെങ്കിൽ ഇന്ന നദി എന്നുള്ള നിലയിൽ ഒരു പുതിയ ഒരു ബോധം കൂടി വരികയാണ്. അപ്പം നമ്മൾക്ക് ഇവിടെ കലാപരിപാടിയിൽ അവതരിപ്പിച്ച് സമ്മാനങ്ങൾ നേടുന്നതോടൊപ്പം തന്നെ പുതിയ ഒരു വിദ്യാഭ്യാസ ഡീവിയേഷൻ സംസ്കാരം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടി നടക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു കുട്ടികൾ പരസ്പര സ്നേഹവും ബഹുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അപ്പൊ അത് കുറവാണല്ലോ. ഇപ്പൊ നിങ്ങൾക്കൊരു ഒരു നല്ല ഒരു സമ്മാനം കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്തു, എത്ര പേര് പറയും പിന്നെ കൺഗ്രാജുലേഷൻസ്? കുറവായിരിക്കും. കൺഗ്രാജുലേഷൻസ് പറയില്ല. നമുക്കൊരു ഉപകാരം ചെയ്തു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളവർ താങ്ക്സ്, ഒരു നന്ദി പറയും. നമ്മൾ അങ്ങനെ പെട്ടെന്ന് നന്ദി പറയൂ. അപ്പൊ അത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാത്തതിന്റെ കുഴപ്പം. നമ്മൾ ഈ പ്രായത്തിലെ പഠിപ്പിക്കണം. 90 മാർക്ക് കിട്ടിയവനെ 10 മാർക്ക് കൊണ്ട് കെട്ടി 100 മാർക്ക് കിട്ടാൻ വേണ്ടിയല്ല ശ്രമിക്കേണ്ടത്. ഈ താങ്ക്സ് പറയാൻ വേണ്ടി പഠിപ്പിക്കണം, കോംപ്ലിമെന്റ് പറയാൻ വേണ്ടി പഠിപ്പിക്കണം, പരിസ്ഥിതിയിലുള്ള സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കണം. പിന്നെ അങ്ങനെ ഉള്ള ഒരു സംസ്കാരത്തേക്ക് നമ്മൾ വളർന്ന് വരേണ്ടതായിട്ടുണ്ട്. യെസ്, കേവലം ഇതൊരു കലാമാമാങ്കം മാത്രമല്ല, ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മളെ ഓരോരുത്തരെയും പുതിയൊരു സംസ്കാരം കൂടി പഠിപ്പിക്കുകയാണ് ഈ കൗമാര കലാ മാമാങ്കം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പ്രശ്നങ്ങളില്ലാത്ത വിധം ഈ കലോത്സവം പൂർത്തിയാക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മറ്റുള്ള ഇടങ്ങളിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മറ്റിടങ്ങളിൽ ഇത്തരമൊരു കലാമാമാങ്കം നടക്കുന്നില്ല എന്ന് മന്ത്രി അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം 10 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വേദിയിൽ ഈ കൗമാര കലയ്ക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും. സൈഫുദ്ദീൻ അഞ്ചിൽസി.